നമസ്കാരം. ജയം ടോക്സിലേക്ക് സ്വാഗതം. മുൻ അംബാസഡറും പ്രമുഖ നയതന്ത്രജ്ഞനുമായ ശ്രീ TP ശ്രീനിവാസനാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. നമുക്കറിയാവുന്നതുപോലെ പശ്ചിമേഷ്യയിൽ ഒരു യുദ്ധം നടക്കുകയാണ്. അതിപ്പോൾ 4ാം വാരത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ആ യുദ്ധത്തിന്റെ നിഴലിലാണ് ഇന്ത്യയിലെ 1 കോടി ജനങ്ങളെന്ന് ഇന്നലെ പ്രധാനമന്ത്രി പറഞ്ഞു. യുദ്ധം ആഗോളതലത്തിൽ ഉണ്ടാക്കുന്ന പ്രതിസന്ധിക്കൊപ്പുറം ഇന്ത്യയിലും കേരളത്തിലും അതുണ്ടാക്കുന്ന ആശങ്ക വളരെ വലുതാണ്. നമസ്കാരം. ഇപ്പോ ഏറ്റവും വലിയൊരു പ്രത്യേകത, ഈ യുദ്ധം പശ്ചിമേഷ്യയിൽ നടന്ന സമയത്ത് തുടക്കത്തിൽ നമ്മുടെ മാധ്യമങ്ങളെല്ലാം വളരെ ആവേശപൂർവ്വം അത് കവർ ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു വലിയ ഹൈപ്പ് ഉണ്ടാക്കി അതിന് പുറത്ത്. പക്ഷെ ഇവിടെ മറ്റൊരു യുദ്ധം, തെരഞ്ഞെടുപ്പ് യുദ്ധം പ്രഖ്യാപിച്ചതോടുകൂടി ഇപ്പോൾ ഈ യുദ്ധത്തെ കുറിച്ച് കാര്യമായി ആരും ചിന്തിക്കുന്നേയില്ല. ഒരു തരത്തിൽ നല്ലതാണ്, കാരണം ഒരു ജനങ്ങൾ ആശങ്കയില്ലാതെ സമാധാനത്തോടെ കഴിയട്ടെ. പക്ഷെ എന്നാലും ഈ നമ്മൾ 1 കോടിയോളം ഇന്ത്യക്കാര്, ലക്ഷക്കണക്കിന് മലയാളികൾ കഴിയുന്ന ഗൾഫ് മേഖലയിൽ ആ ആളുകൾ എത്രമാത്രം ആശങ്കയിലും പ്രതിസന്ധിയിലുമാണ് എന്നുള്ളത് മറന്നുകൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് മാമാങ്കമാണ് ഇവിടെ നടക്കുന്നതെന്ന് ഇപ്പൊ തോന്നുന്നു എനിക്ക്. കാരണം ഇപ്പൊ നമ്മളൊന്നും കേൾക്കുന്നുമില്ല, കാണുന്നുമില്ല, മാധ്യമങ്ങളിലൊന്നും ഇതിനെക്കുറിച്ച് യാതൊരു ചർച്ചയും ഉണ്ടാവുന്നില്ല. ഈ ഒരു സാഹചര്യത്തില് ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ ഏറ്റവും ഒടുവിൽ കേട്ട വാർത്ത, ഈ 5 ദിവസത്തേക്ക് ഒരു വെടിനിർത്തൽ ഉണ്ടായിരിക്കുന്നു, എണ്ണപ്പാടങ്ങളിലൊന്നും ആക്രമണം നടത്തരുത് എന്ന് ട്രംപ് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ 5 ദിവസത്തേക്ക് ഒരു ശാന്തത വന്നതായിട്ട് കരുതുന്നു. അതോടൊപ്പം തന്നെ ട്രംപ് ചില പ്രഖ്യാപനങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അത് എത്രമാത്രം സത്യമാണെന്ന് നമുക്കറിയില്ല. എങ്ങനെ വിലയിരുത്തുന്നു ഇപ്പോഴത്തെ ഒരു ഗൾഫിലെ സാഹചര്യം? ഈ യുദ്ധം ഉടനെ അവസാനിക്കുമെന്ന് തോന്നുന്നില്ല. കാരണം ഏറ്റവും അപ്രതീക്ഷിതമായിട്ടുണ്ടായത് ഇത് ഗൾഫിലേക്ക് പടർന്നു എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഗൾഫിന് എതിരായിട്ട് ഇറാൻ പ്രവർത്തിക്കാനുള്ള സാധ്യതകൾ കുറവാണ്. പക്ഷെ അവർക്ക് ഏറ്റ ആഘാതം എങ്ങനെയാണ് അവര് അതിന് പ്രതികരിക്കുക എന്നുള്ള ഒരു പ്രശ്നം വന്നപ്പോൾ ആണ് അവർ കണ്ടുപിടിച്ചത് ഈ ഗൾഫിനെ ആക്രമിക്കുക എന്നുള്ളത്. അത് നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നതല്ല, അമേരിക്കക്കാരും പ്രതീക്ഷിച്ചിരുന്നില്ല. ആദ്യം പ്രസിഡന്റ് ഇറാൻ പറയുകയും ചെയ്തു ഇത് അബദ്ധം പറ്റിയതാണെന്ന് പറഞ്ഞ് അദ്ദേഹം ഗൾഫ് രാജ്യങ്ങളോട് മാപ്പ് പറയുകയും ചെയ്തു. പക്ഷെ ഇന്ന് നമുക്കറിയാം അതായിരുന്നു അവരുടെ സ്ട്രാറ്റജി. കാരണം അമേരിക്കയെ പോയി ആക്രമിക്കാനുള്ള കഴിവ് ഇറാനില്ല. അപ്പോൾ അവരിത് മനഃപൂർവ്വം ആലോചിച്ച് തീർച്ചപ്പെടുത്തിയിരുന്നതായിരുന്നു ഇതാണ് അമേരിക്കയെ ഹിറ്റ് ചെയ്യാനുള്ള ഏറ്റവും വലിയ സാധ്യത എന്നുള്ളത്. അതൊരു വലിയ പ്രശ്നം. അതൊരു ഇന്ത്യയുടെ അല്ലെങ്കിൽ കേരളത്തിന്റെ യുദ്ധമായി മാറിയിരിക്കുകയാണ്. ഇപ്പോൾ നമ്മളത് മനസ്സിലാക്കുന്നില്ലെങ്കിൽ പോലും. ഞാൻ ഈയിടെ ഒരു പബ്ലിക് പൊതുസമ്മേളനം നടത്താൻ ശ്രമിച്ചു. രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ ഉപയോഗിച്ചു. പക്ഷെ അതിന്റെ തലേ ദിവസമാണ് ഇലക്ഷൻ പ്രഖ്യാപിച്ചത്. അതുകൊണ്ട് ആരും വന്നില്ല, ആർക്കും ഒരു താല്പര്യമില്ലാത്ത. നമ്മൾ എന്ത് ഗൾഫിൽ നടന്നാലും നമ്മൾ പ്രതികരിക്കാറുണ്ട്. പക്ഷെ ഗൾഫിലും ഒരു ചിന്തയുണ്ട്, ഇതൊരു വലിയ അപകടമൊന്നും അല്ല, ഇതിന് വന്നോളും, വലിയ ക്രൈസിസ് ഒന്നും ഇവിടെ ഇല്ല എന്നുള്ളത്. പക്ഷേ ഇത് പഠിക്കേണ്ട കാര്യമാണ്, എങ്ങനെയാണ് ഇത് പോകുക. ഇപ്പോൾ ഇന്നലെ സംഭവിച്ചത് നല്ലതാണ്, കാരണം അദ്ദേഹം പറയുന്നുണ്ട് സമാധാനത്തിലേക്ക് പോകാം. അറ്റ്ലീസ്റ്റ് ഈ സ്ട്രേറ്റ് അവിടുത്തെ ഇത് ഹോർമോസ് അടച്ചത് കുറച്ച് റിലാക്സ്ഡ് ആക്കി എന്നുള്ളതാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. കാരണം അദ്ദേഹം പറഞ്ഞ അൾട്ടിമേറ്റം കൊടുത്തിരുന്നല്ല, ഇന്ന് 48 മണിക്കൂറിനകം ഇത് തുറന്നില്ലെങ്കിൽ ഞങ്ങൾ ആക്രമിക്കും എന്ന് പറഞ്ഞു. അതിന് അദ്ദേഹം ശ്രമിക്കുകയും ചെയ്തു. നേറ്റോ കൺട്രീസ്, ചൈന, സ്പെയിൻ, ഇവരോടൊക്കെ ഇവിടേക്ക് വരിക, ഹോർമോസിലേക്ക് വരിക, അങ്ങനെ ഇത് തുറപ്പിക്കുക എന്നൊരു പരിപാടിയായിട്ടാണ് വന്നത്. അതിനാണ് ഒരു അൾട്ടിമേറ്റം കൊടുത്തത്. പക്ഷെ അവർ ആരും റെസ്പോണ്ട് ചെയ്തില്ല. ഓരോരുത്തരും എങ്ങനെയെങ്കിലും ഇറാനുമായിട്ട് സംസാരിച്ച് അവരവരുടെ കപ്പലുകൾ അയക്കാനാണ് ശ്രമിക്കുന്നത്. അല്ലാതെ നമ്മൾക്ക് തന്നെ നമ്മുടെ 2-3 കപ്പലുകൾ വന്നല്ലോ. അപ്പോ അല്ലാതെ അതിനെ തുറപ്പിച്ച് ബലം പ്രയോഗിച്ച് തുറപ്പിക്കുക എന്നുള്ളതിൽ യാതൊരു സപ്പോർട്ടും അമേരിക്കക്ക് കിട്ടിയിട്ടില്ല. അപ്പൊ ഇതിനകത്ത് ഒരു പ്രസക്തമായ ചോദ്യം, വളരെ സിമ്പിളാണ്, ആളുകളുടെ മനസ്സിൽ ഇപ്പോഴും ഉത്തരം കിട്ടാത്തൊരു ചോദ്യം. എന്തിനാണ് ഇസ്രായേലും അമേരിക്കയും ചേർന്ന് ഇപ്പോൾ ഇങ്ങനൊരു യുദ്ധം ഉണ്ടാക്കിയെങ്കിൽ അവരതിന്റെ ലക്ഷ്യം എത്രമാത്രം എത്തി? അതിനകത്ത് ട്രംപ് പറഞ്ഞ് എത്രമാത്രം നമുക്ക് വിശ്വസിക്കാം? അതെ, ഇത് നമുക്ക് കുറെ 2002 പോകണം. ഞാനന്ന് ഇന്റർനാഷണൽ അറ്റോമിക് എനർജി കമ്മീഷനിലെ അംബാസഡറായിരുന്നു. അന്നാണ് ആദ്യമായിട്ട് ഇറാൻ ന്യൂക്ലിയർ വെപ്പൺസ് ഉണ്ടാക്കുന്നു എന്നുള്ള ഒരു വാർത്ത ഇറാനിയൻ ഡിസിഡൻസ് ഇൻ യൂറോപ്പ് അറ്റോമിക് എനർജി ഏജൻസിയുടെ മുമ്പിൽ കൊണ്ടുവന്നു. അപ്പോൾ അറ്റോമിക് എനർജി ഏജൻസിയുടെ ബോർഡിൽ വന്നു ഇത്. അപ്പോൾ അത് ഞാൻ ബോർഡ് മെമ്പറാണ്. അപ്പോൾ 2 പ്രശ്നമുള്ള ഒന്ന്, അവർ NPT ഒപ്പിട്ട രാജ്യമാണ്. അപ്പോൾ NPT ഒപ്പിട്ട് കഴിഞ്ഞാൽ നമുക്ക് കുറേ റെസ്ട്രിക്ഷൻസ് ഉണ്ട്.
യു കനോട്ട് എൻറിച്ച് യുറേനിയം ബിയോണ്ട് എ പോയിന്റ്. നമ്മൾ ഒപ്പിട്ടിട്ടില്ല, അതുകൊണ്ട് നമുക്ക് ആ പ്രശ്നമില്ല. അത് പക്ഷെ നമ്മളിപ്പോൾ പരിഹരിച്ചു. അമേരിക്ക ആയിട്ടുള്ള ന്യൂക്ലിയർ ഡീലോടുകൂടി നമ്മുടെ ആ റെസ്ട്രിക്ഷൻസ് ഒക്കെ പോയി. നൗ വി ആർ ട്രീറ്റഡ് എക്സ് ഒഫീഷ്യോ ന്യൂക്ലിയർ വെപ്പൺ എന്നാണ് വെച്ചിരിക്കുന്നത്. ന്യൂക്ലിയർ വെപ്പൺ നമ്മുടെ ഉണ്ടെന്നുള്ളത് എല്ലാവരും സമ്മതിക്കുന്നു. അത് ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് റെസ്പോൺസിബിൾ സ്റ്റേറ്റ് എന്നാണ് നമ്മുടെ ഡെസിഗ്നേഷൻ. അപ്പോൾ അതാണ് ഞാൻ എപ്പോഴും ഇറാൻ റെപ്രസെന്റേറ്റീവ്സ് അടുത്താണ് ഇരിക്കുന്നത് ബോർഡിൽ, ഇന്ത്യ ഇറാൻ. ശരി. അപ്പൊ അവരുടെ എല്ലാം ഒരു സ്വപ്നമായിരുന്നു ഇന്ത്യയെ പോലെ ആകുക എന്നുള്ളതാണ്. പക്ഷെ അവരുടെ പ്രശ്നം അവർ NPT ഒപ്പിട്ട് പോയി. NPT ഒപ്പിട്ട് കഴിഞ്ഞാൽ പിന്നെ അത് എൻഫോഴ്സ് ചെയ്യുന്നത് അറ്റോമിക് എനർജി ഏജൻസിയുടെ ജോലിയാണ്. അപ്പോൾ ബോർഡ് തീരുമാനിച്ചു ഇത് ഇൻസ്പെക്ട് ചെയ്യേണ്ട കാര്യമാണ് എന്ന് തീരുമാനിച്ചു. ആൻഡ് ഇറാൻ എന്നാ ശരി, നിങ്ങൾ ഇൻസ്പെക്ട് ചെയ്തോളൂ എന്ന് പറഞ്ഞു. അപ്പൊ ആദ്യത്തെ ഇൻസ്പെക്ഷൻ കഴിഞ്ഞ് സാധാരണ UN റിപ്പോർട്ട് പോലെ ആദ്യത്തെ പറഞ്ഞു ഞങ്ങൾക്ക് ഇത് എൻറിച്ച് ചെയ്യുന്നതായിട്ടോ അല്ലെങ്കിൽ ഒരു വെപ്പൺ പ്രോഗ്രാം ഉണ്ടോ എന്നുള്ളതിന് എവിഡൻസ് ഇല്ല. അതേ സമയത്ത് സസ്പീഷ്യസ് ആയിട്ടുള്ള പല കാര്യങ്ങളും ആ സ്റ്റേഷനിൽ നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അത് അവർ സെക്യൂരിറ്റി കൗൺസിലിന് റിപ്പോർട്ട് ചെയ്തു. അപ്പോൾ സെക്യൂരിറ്റി കൗൺസിൽ സെഡ് മോർ ഇൻവെസ്റ്റിഗേഷൻസ്, വാട്ട് എൽസ് ക്യാൻ ദേ ഡു. അപ്പോൾ ഫൈനലി അവർക്ക് അതിനുള്ള കപ്പാസിറ്റി ഉണ്ടെന്നും അവർ 60% വരെ എൻറിച്ച് ചെയ്യാൻ, യുറേനിയം എൻറിച്ച് ചെയ്യാനുള്ള കഴിവുണ്ടെന്ന് മനസ്സിലായിട്ട് ഓരോ തരത്തിലുള്ള റെസ്ട്രിക്ഷൻ ഇമ്പോസ് ചെയ്യാൻ നോക്കി. അങ്ങനെയാണ് 5 പെർമനന്റ് മെമ്പേഴ്സും ജർമ്മനിയും കൂടെ ചേർന്ന് ഇവരുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്തു ഇറാനുമായിട്ട് എങ്ങനെ ഇത് റെസ്ട്രിക്ട് ചെയ്യാൻ പറ്റും. കാരണം അവർ ഇത് ഒപ്പിട്ടതായതുകൊണ്ട്, ന്യൂക്ലിയർ നോൺ പ്രൊലിഫറേഷൻ ട്രീറ്റി ഒപ്പിട്ടതായതുകൊണ്ട് അവർക്ക് ഓബ്ലിഗേഷൻസ് ഉണ്ട്. അതിൽ നമുക്കും കുറച്ച് താല്പര്യമുണ്ട്. കാരണം ഇത് ന്യൂക്ലിയർ നോൺ പ്രൊലിഫറേഷൻ ട്രീറ്റി ഒപ്പിടുന്ന രാജ്യങ്ങൾ അതിനെ അനുസരിക്കണം എന്നാണ് നമ്മളുടെ പോളിസി. അപ്പൊ നമ്മളും ഇറാൻ എതിരായിട്ടാണ് ഒരു തരത്തിൽ പറഞ്ഞു കൊടുത്തത്, നിങ്ങൾ എൻട്രി ചെയ്തോളൂ, ബട്ട് ഡോണ്ട് ക്രോസ് ദി ബാരിയർ. അപ്പൊ അവർക്ക് നമ്മളോട് അതിനൊരു പ്രശ്നം ഉണ്ടായിരുന്നു. പലപ്പോഴും അവരെന്നെ പറ്റി അവരിങ്ങനെ ഒരു പൊസിഷൻ നമ്മൾ എടുക്കുന്നതിനെ അവർ പ്രതീക്ഷിച്ചില്ല. പക്ഷെ നമുക്കത് പറയാതെ നിർത്തിയിട്ടില്ല. നമ്മൾ NPT ഒപ്പിട്ടിട്ടില്ല, അവർ NPT ഒപ്പിടുന്ന ആളുകൾ അതിനനുസരിക്കണം എന്നുള്ള ഒരു പോളിസി നമ്മൾ എടുത്തോളും. അപ്പൊ അങ്ങനെ ഒരു തരത്തിൽ പറഞ്ഞാൽ ഇതിൽ നമുക്കും ഒരു ഇൻട്രസ്റ്റ് ഉണ്ട്. Because we don't want Iran to be a nuclear weapon state in our region. പക്ഷെ നമ്മുടെ പ്രധാനമന്ത്രി അവിടെ ഈ യുദ്ധം ഉണ്ടായപ്പോഴും അതിനുശേഷം ഖമനയെ വധിച്ചപ്പോഴും ഒന്നും അത് സംബന്ധിച്ചൊരു അഭിപ്രായ പ്രകടനം. ഞാനിത് പഴയ കഥയാണ് ഇപ്പൊ പറയുന്നത്, മുന്നോട്ട് പറയുന്നത്. അപ്പൊ അത് കഴിഞ്ഞ് ഒബാമയുടെ സമയത്ത് ഒരു എഗ്രിമെന്റ് ഉണ്ടായി, ഒരു ജോയിന്റ് ആക്ഷൻ എന്ന് പറഞ്ഞിട്ട്. അതിൽ നല്ല റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇറ്റ് വാസ് ഓൺലി അപ് ടു 15 years. 15 yearsനുള്ള റെസ്ട്രിക്ഷനെ അവർ അക്സെപ്റ്റ് ചെയ്തു. അത് അക്സെപ്റ്റ് ചെയ്തുകൊണ്ടാണ് അമേരിക്കൻ സാങ്ഷൻസ് രക്ഷപ്പെടാൻ വേണ്ടി. അമേരിക്കൻ സാങ്ഷൻസ് അവരെ പുവറാക്കി. കാരണം ദേ ആർ ഡിപ്പെൻഡന്റ് ഓൺ അമേരിക്ക ഫോർ എ ലോട്ട് ഓഫ് തിങ്സ്. അപ്പൊ ആ പ്രഷർ കൊണ്ട് അവർ എഗ്രി ചെയ്തു ജോയിന്റ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ്. അത് ഫസ്റ്റ് ടൈം ട്രംപ് വന്നപ്പോ he questioned it. He questioned everything that Obama did. ഇപ്പോഴും അഹമ്മദ് ഒബാമ എന്നാണ് വിളിക്കുന്നത്. അതിന്റെ മുസ്ലിം പേര് ഉപയോഗിച്ചാണ് ഒബാമ. അപ്പോ അതിൽ നിന്ന് യൂണിലാറ്ററായിട്ട് അമേരിക്ക വിഡ്രോ ചെയ്തു. അപ്പൊ അത് 2015 സമയത്ത്. അപ്പൊ അത് കഴിഞ്ഞപ്പോഴാണ് വീണ്ടും they started enriching uranium more. അപ്പോ ട്രംപ് came up with this policy that we have to obliterate എന്നുള്ളൊരു പോളിസി, കോഓപ്പറേറ്റീവ് പോളിസി മാറ്റിയിട്ട്. അപ്പൊ അതിനുള്ള പ്രിപ്പറേഷൻ ആയിരുന്നു ഇതിൽ നടന്നുകൊണ്ടിരുന്നത്. അതില് വെസ്റ്റേൺ കൺട്രീസ് അദ്ദേഹത്തിനെ കൂടെ തന്നെ ഉണ്ടായിരുന്നു, നാറ്റോ കൺട്രീസ് ഒക്കെ. പക്ഷെ ഈ യുദ്ധത്തിൽ അവരാരും താല്പര്യം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ എന്നിട്ട് ഇദ്ദേഹം വിചാരിച്ചത് ഇറാനെ കംപ്ലീറ്റ് ആയിട്ട് ഒരു റെജീം ചേഞ്ച് ഉണ്ടാക്കി ഒരു ഡെമോക്രാറ്റിക് രാജ്യമാക്കാം എന്നൊക്കെ ഉള്ള ഒരു ആഗ്രഹമായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നു. പക്ഷെ യുദ്ധം തുടങ്ങിയപ്പോഴാണ് മനസ്സിലാക്കിയത് അവർക്ക് ഇമ്മൻസ് കപ്പാസിറ്റി ഉണ്ടെന്ന്. അത് യുദ്ധം തുടങ്ങുന്നതിന് 2 ദിവസം മുമ്പ് ജനീവയിലുള്ള ഒരു മീറ്റിംഗിൽ ഒമാനിന്റെ സഹകരണത്തോടു ഒമാനിന്റെ മീഡിയേഷനോട് കൂടിയാണ് എഗ്രിമെന്റ് നടന്നുകൊണ്ടിരുന്നത്. ഒമാൻ അനൗൺസ് ചെയ്യുകയും ചെയ്തു ഞങ്ങൾ വീണ്ടും എഗ്രിമെന്റിൽ ഉണ്ടാക്കി. ഡീറ്റെയിൽസ് പുറത്തു വന്നില്ലെങ്കിലും പിറ്റേ ദിവസം യുദ്ധം ആരംഭിക്കുകയും ചെയ്തു. അപ്പൊ അവിടെയാണ് പറ്റിയത്. അപ്പൊ ഈ യുദ്ധം അമേരിക്ക അങ്ങ് ഏറ്റെടുത്തു. IAEA is out of the question, യൂറോപ്പ് is out of the question. അത് അദ്ദേഹത്തിന്റെ കോൺഫിഡൻസും അൺപ്രഡിക്റ്റബിലിറ്റിയും കൊണ്ടാണ്. ശരിക്കും അത് പഠിക്കാതെ അവർക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുന്നു. താങ്കൾ തന്നെ നേരത്തെ ഒരു ലേഖനത്തിൽ എഴുതിയതുപോലെ ഈ യുദ്ധം തുടങ്ങിയപ്പോൾ എല്ലാരും വിചാരിച്ചു അതെ പരമോന്നത നേതാവായ ഖമനയെ വധിച്ചു, അവിടെ ആണവ നിലയങ്ങളൊക്കെ തകർത്തു എന്ന് ട്രംപ് പറഞ്ഞു. എല്ലാം ഇപ്പൊ തീർന്നു, ഇനിയിപ്പോ എപ്പം രാജ്യം കീഴടങ്ങിയെന്ന് നോക്കിയാൽ മതി എന്ന് ധരിച്ചു. പക്ഷെ അവിടെ നിന്നെല്ലാം കൈവിട്ടുപോയ കാര്യങ്ങള്. ഏറ്റവും ഒടുവിൽ ഇപ്പം നമ്മൾ കേൾക്കുന്നത് ഡിഗോ ഗാർസിയ വരെ അവരുടെ മിസൈലുകൾ എത്തി, 4000 കിലോമീറ്റർ എത്തി ഇവിടെ.
അതെ. അതുപോലെ തന്നെ ഇസ്രായേലിന്റെ പിന്നെ ചില ഏരിയകളില് ഡിമോൺ അല്ലേ, അതെ, അവരുടെ അതെ, അവിടുത്തെ നമ്മുടെ ലിറ്റിൽ ഇന്ത്യ എന്നൊക്കെ പറയുന്ന സിറ്റി, അവരുടെ അറ്റാക്കിയത്. പിന്നെ ആണവായുധ ശേഖരത്തിന്റെ അവിടെ വരെ ഇവരുടെ മിസൈലുകൾ എത്തിയിരിക്കുന്നു. അപ്പം ചുരുക്കി പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ ഇവരെ കുറിച്ചുള്ള ഒരു എസ്റ്റിമേറ്റ് തെറ്റിപ്പോയി. ഇവരുടെ കയ്യിലുള്ള ആയുധ ശേഖരവും ഇവരുടെ കപ്പാസിറ്റിയെ കുറിച്ച് ട്രംപ് കണക്കുകൂട്ടിയതിൽ തെറ്റ് വന്നു എന്നാണ് ഇപ്പോൾ പറയുന്നത്, അല്ലേ? അതെ, തീർച്ചയായിട്ടും അതാണ് വന്നത്. രണ്ട് പ്രശ്നങ്ങളാണ്. ഒന്ന്, ഈ ഗൾഫ് അറ്റാക്ക് ചെയ്യുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല, ഒന്നാമത്തേത്. രണ്ടാമത്തേത് ഈ ഈ കനാൽ അടയ്ക്കും കംപ്ലീറ്റ് ആയിട്ട് എന്നുള്ളതും പ്രതീക്ഷിച്ചില്ല. ഇത് രണ്ടുമാണ് ഇപ്പൊ ഏറ്റവും പ്രയാസമുള്ള കാര്യം. അമേരിക്ക ഈ കനാൽ അടയ്ക്കുകയും എണ്ണ ശേഖരത്തിൽ ഒരു പ്രതിസന്ധി ഉണ്ടാക്കുകയും ചെയ്തതിലാണ് ഇപ്പോൾ ട്രംപ് പോലും മുട്ടുകുത്തിയെന്ന് തോന്നുന്നു. എല്ലാവരും, ലോകം മുഴുവനും. അതിപ്പോ ഇത് തുടർന്നു പോയാൽ എല്ലാ രാജ്യങ്ങളെയും ബാധിക്കും. കാരണം എനർജി സെക്ടറിനെ കംപ്ലീറ്റ് ആയിട്ട് ഡിസ്ട്രോയ് ചെയ്യില്ല. അപ്പൊ അതവർ പ്രതീക്ഷിച്ചിട്ടില്ല. അതുപോലെ ഈ ഗൾഫിനെ ആദ്യം അറ്റാക്ക് ചെയ്തപ്പോൾ പ്രസിഡന്റ് തന്നെ, ഇറാനിയൻ പ്രസിഡന്റ് പറഞ്ഞ തെറ്റുപറ്റിയതാണ് എന്നാണ് പറഞ്ഞത്. പക്ഷെ ഇപ്പൊ അവര് പറയുന്നത് ഈ അമേരിക്കൻ ബേസിസിനെ അധികം വെളിയിലാക്കിയില്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങളെ കണ്ടിന്യൂ ആയിട്ട് ഞങ്ങള് ഡിസ്ട്രോയ് ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളതാണ്. അതാണ് ദ വാർ കം ടു അവർ നെയ്ബർഹുഡ്. ഇപ്പൊ പണ്ട് യുക്രൈൻ വാറിനെ പറ്റി ആരോ പറഞ്ഞില്ല, ഇത് മോദിയുടെ വാറാണ്. അപ്പൊ നമ്മളെല്ലാം ചിരിച്ചു, മോദിക്കാരുടെ കാര്യമൊന്നുമില്ല. പക്ഷെ ഇവിടെ ഇപ്പൊ നമുക്കാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാകാൻ പോകുന്നത്. ഇസ്രായേലിനോ ഇറാനോ ഉള്ളതിൽ കൂടുതൽ പ്രശ്നം നമുക്കുണ്ട്. കാരണം 90 മില്യൺ ഇന്ത്യൻസ് ഉണ്ട് അവിടെ. അവരെ ഇവാക്യുവേറ്റ് ചെയ്യാനൊന്നും പറ്റില്ല. ഈ ഇതുപോലെ ഒരു പ്രശ്നം വരുമ്പം നമ്മുടെ ആളുകളെ ഇവാക്യുവേറ്റ് ചെയ്യുന്ന ഒരു പോളിസി നമുക്കുണ്ടായിരുന്നു കുവൈറ്റിന്റെ കാലത്ത്. അത് ഭയങ്കരമായിട്ട് നമ്മളെ ഹേർട്ട് ചെയ്തു. നമ്മള് വിദേശകാര്യമന്ത്രി അവിടെ പോയി അദ്ദേഹത്തിന്റെ പ്ലെയിനിൽ തന്നെ കുറെ ആളുകൾ ഞാൻ ഡൽഹിയിലുണ്ടായിരുന്നു. അതെ, അതൊരു ഭയങ്കര ഇതാണ്. അപ്പൊ നമ്മുടെ എല്ലാം, ഞാൻ ആ സമയത്ത് UN ഡെസ്കിലാണ്. അപ്പൊ എല്ലാം നമ്മളെല്ലാം വിചാരിച്ചിട്ട് നല്ല കാര്യമാണ് ഇവരെല്ലാം കൊണ്ടുപോട്ടുന്നത്. പക്ഷെ അതിനൊരു ഭയങ്കര ഇമ്പാക്ട് ഉണ്ടായത് കുവൈറ്റ് ചോദിക്കാൻ തുടങ്ങി നിങ്ങളോട് പിന്നീട്, ഇവരെങ്ങനെ നിങ്ങൾ കൊണ്ടുപോയത്? ഇവിടെ ഡോക്ടേഴ്സും നഴ്സസും വേണ്ട ഒരു സമയം, യുദ്ധം നടക്കുന്നു, അവർ നിങ്ങളെല്ലാം പ്ലെയിനിൽ കയറ്റിക്കൊണ്ടുപോയാൽ എന്ത് ഫ്രണ്ട്ഷിപ്പാ. വെരി അൺഹാപ്പി വിത്ത് ദാറ്റ്. പിന്നെ അതെല്ലാം മാനേജ് ചെയ്തു പോയി. പ്രൈം മിനിസ്റ്റർ ഗുജറാത്ത്, അദ്ദേഹം ഫോറിൻ മിനിസ്റ്റർ ആയിരുന്നു, അദ്ദേഹത്തിന് റെസ്പോൺസിബിൾ. എന്നിട്ട് അദ്ദേഹം UN വരുമ്പോൾ കുവൈറ്റുകാരൊന്നും അദ്ദേഹത്തിനെ കാണുക പോലും ഇല്ലായിരുന്നു. അത്രയ്ക്ക്. അപ്പൊ ഇവാക്യുവേഷൻ എന്ന് പറയുന്നത് വളരെ സെൻസിറ്റീവ് മാറ്ററാണ്. നമുക്കിപ്പോ പറയാനൊക്കെ ഇല്ല, ഓക്കെ 9 മില്യൺ പീപ്പിൾ നമ്മൾ തിരിച്ചു കൊണ്ടുപോകും, നടക്കുന്ന കാര്യമല്ല. കാരണം ഇപ്പോഴും പലരും ആവശ്യപ്പെടുന്നുണ്ട്, ഇത്രയൊക്കെ യുദ്ധം ഉണ്ടായിട്ട് എന്തുകൊണ്ടാണ് ആളുകളെ റിപ്പാട്രിയേറ്റ് ചെയ്യാനായിട്ട് സർക്കാർ തയ്യാറാകാത്തതെന്ന്. അത് മാനേജബിൾ അല്ല. അത് തന്നെ ഓൾസോ ഒരു ഫ്രണ്ട്ലി ജെസ്റ്റർ അല്ല. ഇപ്പൊ ഗൾഫിൽ നമ്മളെല്ലാരും ഇങ്ങനെ ഓടിപ്പോരുക എന്ന് പറയുന്നത്, ഗൾഫിൽ നോട്ടീസ് ഇട്ട് അവർക്ക് ഇത്രയും നാള് നമ്മുടെ കൂടെ വർക്ക് ചെയ്ത് ഇത്രയും ആളുകൾ അവിടെ പണം കൊണ്ടുവരുന്നു, അതൊക്കെ ചെയ്തിട്ട് നമ്മൾ അവരെ ഇട്ടിട്ട് പോകുന്നു എന്നുള്ള ഒരു വിചാരം വരും. അത് പ്രാക്ടിക്കബിൾ അല്ല തന്നെ. പക്ഷെ അതുകൊണ്ടാണ് ഞാൻ ആദ്യം പോലെ പറയുന്നത്, നമ്മുടെ പ്രധാനമന്ത്രി മസ്റ്റ് ആസ്ക് ഫോർ എ സീസ് ഫയർ, മനസ്സിലായില്ലേ? പക്ഷെ അത് ഇന്റർനാഷണലി സെൻസിറ്റീവ് ആണ്. അദ്ദേഹം ഇസ്രായേലിൽ പോയത് തന്നെ ഒരുപക്ഷെ അമേരിക്ക ഒരു സിഗ്നൽ കൊടുക്കാൻ വേണ്ടിയായിരുന്നു. കാരണം നമ്മളുടെ അമേരിക്കയായിട്ടുള്ള ബന്ധം തകർന്നു പോയല്ലോ ഒരു സമയത്ത്. അപ്പൊ അതിനൊരു വാർത്ത കൊണ്ടുവരാൻ വേണ്ടിയാണ് അദ്ദേഹം അവിടെ പോയത്. അപ്പൊ അമേരിക്കയായിട്ട് അടുക്കണമെങ്കിൽ ഇസ്രായേൽ വഴിയാണ് പോകേണ്ടത്. നമ്മൾ 92 അങ്ങനെ നരസിംഹറാവു ആദ്യം ചെയ്തത് ഇസ്രായേലിൽ ഒരു എംബസി തുറക്കുക എന്ന് പറഞ്ഞാൽ അമേരിക്കയോട് അടുക്കുക എന്നുള്ളതാണ്. ശരി, ടെയിൽ വാഗിങ് ദ ഡോഗ് എന്ന് പറയുന്ന ആളാണ്. ഇസ്രായേലിലാണ് പോളിസി ഡിറ്റർമിൻ ചെയ്യുന്നത്. മോർ Jews in New York than in Israel. So America is really controlled by them. The money is all in the Jewish lobbies. അപ്പോ അത് വെച്ചുകൊണ്ടാണ് അതുകൂടെയാണ് നമ്മളുടെ ബന്ധം സ്ഥാപിച്ചത് അമേരിക്കയായിട്ട്. അങ്ങനെ വളരെ വാമമായുള്ള വളരെ ക്ലോസ് റിലേഷൻഷിപ്പായി. പിന്നെ അത് ട്രംപ് വന്നതിന് ശേഷമാണ് അതിന് പ്രശ്നങ്ങൾ. ട്രംപ് വന്നതിന് ശേഷം ഉടനെ അല്ല, അത് കഴിഞ്ഞ് ടാരിഫ് വന്നപ്പോഴാണ്. അപ്പോ നമുക്ക് വി ഹാവ് നോ ചോയ്സ് എക്സെപ്റ്റ് ടു ബി ഫ്രണ്ട്ലി ടു ദ US. അതെന്നുള്ളൊരു സത്യമാണ്. കാരണം നമുക്കിപ്പോ റഷ്യയുടെ കൂടെയോ ചൈനയുടെ കൂടെയോ പോകാനൊക്കില്ല. കാരണം ദേ ആർ നോട്ട് ഡെമോക്രാറ്റിക് കൺട്രീസ്. ഒരു അലയൻസ് നമുക്ക് വേണമെങ്കിൽ ഒന്നുകിൽ യൂറോപ്യൻ യൂണിയൻ വേണം, അല്ലെങ്കിൽ അമേരിക്ക വേണം, അല്ലെങ്കിൽ രണ്ടും വേണം. അപ്പൊ അതിനൊരു സിഗ്നൽ കൊടുക്കാനാണ് എന്റെ വിശ്വാസം. അതാണ്. അതുകൊണ്ടാണ് അദ്ദേഹം ഇസ്രായേലിൽ പോയത്. സോ ഹി വാസ് ക്ലിയർലി ഷോയിങ് ദാറ്റ് വി വിൽ നോട്ട് ആക്ട് അഗൈൻസ്റ്റ് യുവർ ഇൻട്രസ്റ്റ്. അപ്പൊ യുദ്ധം വരുന്ന അദ്ദേഹത്തിന് അറിയാമായിരുന്നു, എന്നിട്ട് ഒരു സിഗ്നൽ കൊടുക്കുകയായിരുന്നു ഞങ്ങളുടെ കൂടെയാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയെ സംബന്ധിച്ച് നയതന്ത്രപരമായിട്ടുള്ള ഒരു പ്രതിസന്ധി, ഒരു വശത്ത് അമേരിക്കയെ പിണക്കാനും പറ്റില്ല, മറുവശത്ത് ഈ ഗൾഫ് രാജ്യങ്ങളിലെ നമ്മളുടെ 1 കോടിയോളം
ഇന്ത്യക്കാരുടെ സുരക്ഷ ഉറപ്പാക്കുകയും വേണം. ഇതിന് രണ്ടിനും ഇടയ്ക്ക് കിടന്നുള്ള ഒരു ഇതാണ്. അതായത് വെടിനിർത്തൽ ആവശ്യപ്പെടാൻ വേണ്ടി നയതന്ത്രപരമായിട്ട് ബുദ്ധിമുട്ടുണ്ട് ഇന്ത്യക്ക്. അപ്പൊ ഈ ഒരു പക്ഷെ അത് നമ്മൾ ഓവർകം ചെയ്യണമായിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. ഓർക്കും ചെയ്യണമായിരുന്നു. ഞാൻ എഴുതിയത് an attack on Gulf is an attack on India എന്നുള്ളൊരു തീസിസാണ് ഞാൻ മുന്നോട്ട് വെച്ചത്. അത് ലണ്ടൻ ഇക്കോണമിസ്റ്റ് പോലും അത് കോട്ട് ചെയ്തു. കാരണം ആരും ഇങ്ങനെ സ്റ്റാർക്കായിട്ട് പറഞ്ഞില്ലല്ലോ. ഇറ്റ്സ് an attack on India എന്നാണ്. കാരണം 9 മില്യൺ ഇന്ത്യൻസ് ഉള്ളതല്ല. അപ്പൊ അതിപ്പോ ഇപ്പൊ ആളുകൾ റിപ്പീറ്റ് ചെയ്യാൻ തുടങ്ങി. അത് ഇപ്പൊ അതിനവർ ഇറാനിയൻ സെൻസിറ്റിവിറ്റി കാണിക്കുന്നില്ല. അവർക്ക് മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ ഗൾഫ് രാജ്യങ്ങളെ ആക്രമിക്കുന്നത് കുറയ്ക്കെങ്കിലും ചെയ്യാമായിരുന്നു. പക്ഷെ അതാണ് നമ്മളെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ. അത് പ്രൈം മിനിസ്റ്റർ അത് ഇൻഡിക്കേറ്റ് ചെയ്തു പാർലമെന്റിൽ എന്നല്ല പിന്നെയാന്ന്. അപ്പോൾ അത് നമ്മളിപ്പോ റിയലൈസ് ചെയ്ത് വരുന്നതേ ഉള്ളൂ. നമ്മുടെ ഇപ്പം ഈ യുദ്ധം അവസാനിക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്. അതെ, വെരി വൈറ്റൽ. നമ്മുടെ പൊളിറ്റീഷ്യൻസ് ഇപ്പോഴേ അതിനെപ്പറ്റി ചിന്തിക്കുകയും അടുത്ത കേരള ഗവൺമെന്റിന്റെ ഏറ്റവും വലിയൊരു ഉത്തരവാദിത്തമായിട്ട് വരാൻ പോവുകയാണ്. അതിനൊരു റിയലൈസേഷൻ നമ്മൾ കാണുന്നില്ല ഇപ്പൊ. പക്ഷെ അത് വരാതെ നിവൃത്തിയില്ല. കാരണം ആളുകൾ വരാൻ തുടങ്ങും, അവർക്ക് ജോലി കൊടുക്കണം, പണം കൊണ്ടുവരാൻ കഴിയുന്നില്ല, പലരും പണം മാറ്റുന്നു എന്നാണ്, അവിടെ നിന്ന് മറ്റുള്ളിടത്തേക്ക് മാറ്റുന്നു. അപ്പൊ നമ്മുടെ റെമിറ്റൻസ് ഓൾറെഡി കുറഞ്ഞു. ഇപ്പൊ ആരും കേരളത്തിലേക്ക് അയക്കുന്നതിന് മറ്റ് സേഫ് ഹേവൻസിലേക്ക് പോയിക്കൊണ്ടിരിക്കും. ഇന്നലെ തന്നെ എന്റെ ഒരു ബന്ധു എന്നെ വിളിച്ചിട്ട് പറഞ്ഞ ഒരു സംഗതി, പുള്ളിയുടെ വീട്ടിലെ ജോലിക്കാരിയെ നാട്ടിലേക്ക് അയക്കുക. അദ്ദേഹത്തിന് മാത്രമല്ല, അദ്ദേഹം അറിയുന്ന ചുറ്റുവട്ടത്തുള്ള എല്ലാവരുടെയും ജോലിക്കാരെ വീടുകളിലേക്ക് അയക്കുക, നാട്ടിലേക്ക് അയക്കുകയാണ്. കാരണം വരുമാനം കുറയുന്നു. പലയിടത്തും ശമ്പളം പകുതിയായിട്ട് വെട്ടിക്കുറച്ചു, ചിലയിടത്തൊക്കെ ഇത് ക്ലോസ് ചെയ്യുന്നു. ശരിക്കും പറഞ്ഞാൽ അതിന്റെ ഒരു ഗൗരവം കൃത്യമായിട്ട് കേരളത്തില് അറിഞ്ഞു തുടങ്ങിയിട്ടില്ല ഇപ്പോഴും. അതിൽ വലിയ പ്രശ്നമില്ലാതെ നിൽക്കുന്ന സൗദി അറേബ്യ. പക്ഷെ സൗദി അറേബ്യയിൽ ഒരു ഡെവലപ്മെന്റ് കണ്ടത്, ഇപ്പൊ കഴിഞ്ഞ ദിവസം സൗദി അറേബ്യയിലെ റിയാദില് ഒരു മിസൈൽ ആക്രമണം ഉണ്ടായതിനു ശേഷം അവര് പെട്ടെന്ന് അവിടുത്തെ ഇറാൻ എംബസി അടച്ചു പൂട്ടാൻ പറഞ്ഞു. അവിടുത്തെ ഉദ്യോഗസ്ഥരെല്ലാം. ദാറ്റ് മീൻസ് ഈ പറയുന്ന ഗൾഫ് രാജ്യങ്ങള് ഇറാനോട് ഇതുവരെ പുലർത്തിയിരുന്ന ആ ഒരു മൃദു സമീപനത്തിൽ നിന്ന് അവരും പുറകോട്ട് പോകുന്ന പോലെ ഒരു തോന്നലാണ്. അപ്പം ഈ അമേരിക്ക ഇപ്പൊ ട്രംപ് പറയുന്നത് അടുത്ത 5 ദിവസത്തിനുള്ളില് ഇത് ഹോർമൂസ് കടലുകൾക്ക് അത് തുറക്കുന്നതിനുള്ള സമയം കൊടുത്തിരിക്കുകയാണ്. ഇത് കഴിഞ്ഞാൽ അത് സാവകാശം നീട്ടിക്കൊടുത്തു എന്നുള്ള പുള്ളി പറയുന്നുള്ളൂ. അത് കഴിഞ്ഞാൽ വീണ്ടും ആക്രമണം തുടരുമെന്നാണ് പറയുന്നത്. ശരിക്കും ട്രംപിന് അത് സാധിക്കുമോ? അതാണ് ട്രംപ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഗുരുതരമായ പ്രതിസന്ധിയിലേക്കാണല്ലോ വീണ്ടും പോകുന്നത്. കാരണം ഇറാൻ ഉടനെയും കീഴടങ്ങുന്ന ലക്ഷണം കാണുന്നില്ല. ഇറാന്റെ സൈനിക ശേഷി ഉദ്ദേശിച്ച പോലെ ചെറുതുമല്ല. അപ്പൊ ഇതിന് ഈ പറയുന്ന സൊല്യൂഷൻ ഇന്ത്യ ഇടപെട്ടാൽ ഈ പ്രശ്നം തീരുമോ? ഇല്ല, ഇന്ത്യ ഇടപെടാനൊന്നും അങ്ങനെ പറയാൻ നമുക്ക് പറ്റില്ലല്ലോ. അവരുടെ ഇൻട്രസ്റ്റ് അല്ലേ. പക്ഷെ നമുക്കത് ആവശ്യപ്പെടാനുള്ള, ഇതിലൊന്നും മിണ്ടണ്ടെന്ന് പറയുന്ന ആളുകളുണ്ടായിരുന്നു. ശശി തരൂരൊക്കെ പറഞ്ഞത് നല്ല ഡിപ്ലോമസിയാണ്, വി മസ്റ്റ് കീപ് ക്വയറ്റ് എന്ന് പറഞ്ഞു. ഇപ്പൊ അദ്ദേഹം തന്നെ മാറി പറയുന്നുണ്ട്. അപ്പോ നമുക്കുള്ള ക്രൂഷ്യൽ സമ്മർദ്ദമാണ്. അതെ, അല്ല, അദ്ദേഹം അവിടെ പോയതൊരു ഫേവർ ആയിരുന്നില്ല അവർക്ക്. ഇവർക്ക് റഷ്യ അമേരിക്കയ്ക്കും എന്തായാലും അതിനൊരു ഇമ്പാക്ട് ഉണ്ടായിരുന്നു. ദാറ്റ് വി മസ്റ്റ് ക്യാപിറ്റലൈസ്. കാരണം നമ്മൾ അവരുടെ കൂടെയാണ്. പക്ഷെ നമ്മുടെ ഇൻട്രസ്റ്റും കൂടെ അവർ നോക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഇറാന് വേണ്ടി ഡീൽ ചെയ്യാൻ നമുക്ക് കഴിയും. പക്ഷെ അത് ഇദ്ദേഹത്തിന് ഖമനയെ വെടിവെച്ചപ്പോ നമ്മൾ കണ്ടോളൻസ് പറയാത്ത ഒരു വലിയ ഒരു തെറ്റായി പോയെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഒന്നും സംഭവിച്ചില്ലെങ്കിലും ഒരു ഹെഡ് ഓഫ് സ്റ്റേറ്റ് അല്ലെങ്കിൽ എത്ര ഒരു സൂപ്പർ റൂളർ ഓഫ് എ കൺട്രി ഫ്രണ്ട്ലി ടു അസ് ഫോർ സെഞ്ചുറി, നമ്മളതിന് സിവിലൈസേഷണൽ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞു. ഒരു കണ്ടോളൻസ് മെസ്സേജ് അയച്ചാൽ എന്താണ് പ്രശ്നം? അമേരിക്ക ചെയ്തെന്ന് പറയണ്ടല്ലോ. പക്ഷെ അത്രമാത്രം നമ്മൾ അവർക്ക് വേണ്ടി ചെയ്തു എന്നുള്ളതാണ്. അപ്പൊ ദേ മസ്റ്റ് നൗ റിട്ടേൺ ദാറ്റ്. അത് നമ്മൾ വി മസ്റ്റ് ഇൻസിസ്റ്റ് ഓൺ ദം. അതാണ് ഞാൻ പറയുന്നത്. അപ്പൊ ഇവിടെ ഒരു ജനറൽ ഇൻട്രസ്റ്റ് വേണം. ഇവിടുത്തെ ഇപ്പൊ ഇലക്ഷൻ കഴിഞ്ഞാൽ അത് വരുന്ന എനിക്ക് തോന്നുന്നുണ്ട്. അപ്പൊ ആ ജനറൽ ഇൻട്രസ്റ്റ് ഇപ്പൊ ഇവരൊക്കെ ഇലക്ഷൻ പൈസ മേടിക്കാൻ ഗൾഫിൽ പോകുന്ന ആളുകളൊക്കെ അവിടെ ഒന്നുമില്ല. ചിലർക്ക് ഗൾഫിൽ നിന്ന് പറയുന്നുണ്ട് ഇവിടെ കുഴപ്പമൊന്നുമില്ല, വളരെ ശാന്തമാണെന്നൊക്കെ പറയുന്ന അങ്ങനെ പറയുന്ന ആളുകളുണ്ട് അവിടെ. അല്ല, നല്ല കാര്യം. കാരണം അവരൊരു പക്ഷെ അവരുടെ നാട്ടിലുള്ള കുടുംബാംഗങ്ങളെയൊക്കെ സമാധാനപ്പെടുന്നതായിരിക്കും. മാത്രമല്ല ഡയറക്റ്റ് ആയിട്ട് അവരുടെ നേർക്ക് ഇത് വന്നിട്ടില്ലല്ലോ. അവിടെ ഇവിടെയും ഈ മിസൈലിന്റെ അല്ലെങ്കിൽ ഡ്രോണിന്റെ കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു സംഭവം, എന്റെ ഒരു ബന്ധു താമസിക്കുന്ന അതേ ഫ്ലാറ്റില് ഒരാള് താഴെ ഫോൺ കണക്ഷൻ കിട്ടാഞ്ഞിട്ട്, റേഞ്ച് കിട്ടാഞ്ഞിട്ട് മുകളിലത്തെ നിലയിൽ ടെറസിൽ പോയി എന്ന് സംസാരിച്ചു. അപ്പൊ അവിടെ പോകാൻ പാടില്ല, ഓപ്പൺ എയറിൽ നിൽക്കാൻ പാടില്ല എന്നൊക്കെ നിർദ്ദേശം ഉണ്ടായിരുന്ന സമയത്താണ്. ആ സമയത്ത് ഡ്രോണിന്റെ ഒരു ഭാഗം നമ്മുടെ ദേഹത്ത് വീണപ്പെട്ട് ഒരു കൈയറ്റുപോയി. ഇതൊക്കെ ഇതിനിടയ്ക്ക് സംഭവിക്കുന്നുണ്ടാവും. വാർത്തകളൊന്നും പുറത്തോട്ട് വരുന്നില്ല. ഇന്ന് മാത്രമല്ല, ഈ കൈയറ്റ ആൾക്കെതിരെ കേസ് കൊടുത്തവിടെ. കാരണം നിയമവിരുദ്ധമായിട്ട് പോയത്.
അവിടെ നിയമങ്ങളൊക്കെ വളരെ ശക്തമാണ്. വളരെ ശക്തമാണ്. അതെ. അപ്പൊ അതുകൊണ്ട് ഇതൊരു ഇന്ത്യ വാർ അല്ലെങ്കിൽ കേരള വാറിലേക്കാണ് ഇത് തിരിയുന്നത്. അതിനു മുമ്പ് എന്തെങ്കിലും സംഭവിച്ചു യുദ്ധം നിൽക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് സമാധാനിക്കാം. യുദ്ധം പക്ഷെ ഇത്രയും ഇത് തുടരുകയാണെങ്കിൽ ഉം. നമുക്കാണ് ഒരു വലിയ നഷ്ടം വരാൻ പോകുന്നത്. അമേരിക്കയിലുള്ളവർക്ക് പോലും ഇത്രയും നഷ്ടം വരുന്നില്ല. അതാണ് കാരണം നമ്മുടെ ഒരു ഫ്യൂച്ചർ ഒരു ഗൾഫ് ഓറിയന്റഡ് ആണല്ലോ എല്ലാ കാര്യത്തിലും. പ്രൈം മിനിസ്റ്ററിനെ 7 തവണയാണ് UAE സന്ദർശനം നടത്തിയത്. അപ്പം അതുപോലെ ഈ രാജ്യങ്ങളുമായിട്ടെല്ലാം നമുക്ക് വളരെ അടുത്ത ബന്ധങ്ങളുണ്ട്. അതുകൊണ്ട് അതൊരു ഗൾഫ് ഇക്കോണമിയെ രക്ഷിക്കേണ്ടത് നമ്മളുടെ ഇക്കോണമി രക്ഷിക്കുന്നത് പോലെ തന്നെയാണെന്നുള്ളൊരു ഫീലിംഗ് നമുക്ക് വരേണ്ടതായിട്ടുണ്ട്. കാര്യത്തില് കേന്ദ്ര സർക്കാർ അതിനനുസരിച്ച് ഉയർന്ന് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം അത് പബ്ലിക് ആക്കേണ്ട ആവശ്യമില്ലല്ലോ. പക്ഷെ ഇപ്പൊ വെർച്വലി വി ആർ ആസ്കിങ് ഫോർ എ സീസ് ഫയർ. അങ്ങനെ അദ്ദേഹം പറഞ്ഞില്ലെങ്കിലും യുദ്ധം അവസാനിപ്പിക്കേണ്ടത് ആവശ്യമാണെന്ന് നമ്മുടെ പാർലമെന്റിൽ പറയുകയുണ്ടായല്ലോ. പക്ഷെ ഇതൊന്നും ട്രംപ് ശ്രദ്ധിക്കുന്നതായിട്ട് കാണുന്നില്ല. ഇന്ത്യക്ക് എന്തെങ്കിലും വിഷയമുണ്ടോ ഇങ്ങനെയുള്ള പ്രോബ്ലം. അതുപോലെ ഗൾഫിൽ യാതൊരു കൺസേണും ഇല്ല. അതാണ് ജനങ്ങളെ കുറിച്ചോ അല്ല ആളുകളുടെ മരണത്തെ കുറിച്ചൊന്നും ഒരു കൺസേൺ ഇല്ലാത്ത ഒരു ഭരണാധികാരിയാണ്. അതും ഈ ന്യൂക്ലിയർ ഇഷ്യൂവിൽ നിന്ന് അതൊരു മിസൈൽ ഇഷ്യൂ ആയിട്ട് മാറിയിരിക്കുകയാണ് ഇപ്പൊ ന്യൂക്ലിയർ ഇൻസ്റ്റലേഷൻസ് നശിപ്പിച്ചുകൊണ്ട് കാര്യമില്ല. എനിക്ക് ന്യൂക്ലിയർ വെപ്പൺ ആരും ഉപയോഗിക്കില്ല. അപ്പൊ 2 കാര്യങ്ങളാണ് ട്രംപ് ഇപ്പോ ആവശ്യപ്പെട്ടത്. ഒന്ന് ന്യൂക്ലിയർ വെപ്പൺസ്, അത് പഴയ കഥ 2002 മുതലുള്ളതാണ്. മറ്റേത് മിസൈൽസ് കൺട്രോൾ വേണം. ഡ്രോൺസ് ഒരുപാട് ബിൽഡ് ചെയ്യുന്നുണ്ടല്ലോ. ആൻഡ് ദേ ആർ മേക്കിംഗ് ചീപ്പ് ഡ്രോൺസ്. $7,000 ഒക്കെ ഉള്ളത്. ആ $7,000 ഒരു ഡ്രോണിനെ നശിപ്പിക്കണമെങ്കിൽ $500,000 അതൊരു ഭയങ്കര ഒരു സ്ട്രാറ്റജിക്കലായിട്ട് പഠിക്കാതെ പോയ ഒരു വലിയൊരു സംഭവം. പക്ഷെ നമുക്കറിയാം ഡ്രോണിനെ നിസ്സാരമായിട്ട് കണ്ടു. പക്ഷെ ഡ്രോൺ ഉണ്ടാക്കുന്ന സാമ്പത്തിക നഷ്ടവും പ്രതിസന്ധി മാത്രമല്ല, ഒരു ഡ്രോണിനെ തകർത്തുകൊണ്ട് കാര്യമില്ലല്ലോ. ഡ്രോണിന്റെ അവശിഷ്ടങ്ങൾ കത്തി വീണാലും അവിടെ തീ പിടിക്കാം, ആളുകൾ മരിക്കാം. വലിയൊരു പ്രശ്നം തന്നെയാണ്. മാത്രമല്ല ഡ്രോൺ മാത്രമല്ല, ഇപ്പൊ ഈ ഡിഗോ ഗാർഷ്യ വരെ 4000 കിലോമീറ്റർ ഈ മിസൈൽ എത്തിയെന്ന് പറയുമ്പോ ഈ മിസൈൽ തന്നെ വേണമെങ്കിൽ പിന്നെ ലണ്ടനിലെത്താം, പാരീസിലെത്താം. അത് UK ഇൻവോൾവ്മെന്റ് ഉണ്ടായിരുന്നു വാർത്തയുണ്ട്. അങ്ങനെ കേട്ടു. UK പ്രധാനമന്ത്രി റിജക്ട് ചെയ്തിട്ടുണ്ട്. കാരണം ഇറാനത് പറഞ്ഞു, അവരല്ലാന്ന് പറയുന്നുണ്ട്. പക്ഷെ എന്നാലും അത് കാരണം അവർക്ക് 2000 കിലോമീറ്റർ വരെ പോകാനുള്ള മിസൈലേ അവർക്കുള്ളൂ എന്ന് അവർ പറയുന്നത്. പക്ഷെ ഡിഗോ ഗാർഷ്യയിൽ എങ്ങനെ വന്നു എന്നുള്ള ഒരു ചോദ്യം അവശേഷിക്കുന്നുണ്ട്. അതെ, പക്ഷെ അതിന്റെ ആവശ്യം അതുകൊണ്ട് അവർക്കൊരു ഗുണമില്ല. ഇപ്പൊ ഈ യുദ്ധം ഉണ്ടായപ്പോൾ തന്നെ നമ്മൾ ഒരിക്കലും ധരിച്ചില്ലല്ലോ ഈ അമേരിക്കൻ ബേസുകളെ സൗദി അറേബ്യയെ സംബന്ധിച്ച് ഒരു അമേരിക്കൻ റിഫൈനറി അവിടെ ഉണ്ടെന്നുള്ളതാണ് അവരുടെ പ്രശ്നം. അവിടെ അതിനൊക്കെ നേർക്ക് ഈ ആക്രമണം ഉണ്ടാകും എന്നുള്ളത് നമ്മളാരും ചിന്തിച്ചില്ല. ഒരുപക്ഷെ ട്രംപ് ചിന്തിച്ചു കാണത്തില്ല. അതായിരിക്കും ട്രംപിന് ഇങ്ങനെ ഒരു എടുത്തിയാട്ടത്തിന് പ്രേരണയായി മാറിയത്. ഇസ്രായേൽ അവര് വിചാരിച്ചത് ഇറാനെ ബോംബ് ചെയ്ത് തകർത്ത് കളയണം. അതെ എന്ന് കരുതി. മാത്രമല്ല ഖമേനിയെ പതിക്കുന്നതോടുകൂടിയല്ല, കാരണം ഇതിനു മുമ്പ് അങ്ങനെയാണല്ലോ. ഭരണത്തലവനെ പതിച്ചു കഴിഞ്ഞാല് പിന്നെ അവിടെ തന്നെ ഒരു കലാപം ഉണ്ടാകുമെന്നും അങ്ങനെ അതിന്റെ ഇതിൽ ഭരണമാറ്റം ഉണ്ടാക്കാമെന്നും ഒക്കെ ആണ് ചരിത്രം. അങ്ങനെയാണല്ലോ. അതാണ് പാഠം. അവരുടെ ഈ ഡിഫറെന്റ് സ്റ്റെപ്സ് ഓഫ് അതോറിറ്റി അത് ഓട്ടോമാറ്റിക്കലി ടേക്ക് ഓവർ. അത് ഭയങ്കരമായി. ഒന്നാമനെ തകർത്താൽ രണ്ടാമനെ തകർത്താൽ മൂന്നാമൻ ഒന്നും നശിക്കില്ല. അവര് കംപ്ലീറ്റ് അവർ തീരുന്ന ഫൈറ്റ് ചെയ്യും. അതാണ് മൊസൈക്ക് വാർ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഓരോ സ്റ്റെയറിലുള്ള ഓരോ ലെവലിലുള്ള പോലെയാണ്. അപ്പൊ ഒരെണ്ണം നശിച്ചാൽ ഉടനെ അടുത്തത് ജസ്റ്റ് ടേക്ക് ഓവർ. അങ്ങനെയാണ് അവരുടെ സിസ്റ്റം. അതുകൊണ്ട് അവര് പറയുന്നില്ല അദ്ദേഹം മരിച്ചുകൊണ്ട് വലിയ നഷ്ടം വന്നതൊന്നും അവർ പറയുന്നില്ല. സങ്കടം ഉണ്ടെന്നുള്ള അല്ലാതെ നമ്മളെല്ലാം വിചാരിച്ചത് ഖമേനിയുടെ മരിക്കുന്നതോടുകൂടി ആ രാഷ്ട്രം അങ്ങ് ഇല്ലാതായി പോകുന്നുള്ളതായിരുന്നു. അതൊന്നും സംഭവിച്ചില്ല. ഇല്ല, ഇറാനെ മനസ്സിലാക്കിയിട്ടുള്ളവർക്ക് തോന്നുന്നു. പക്ഷെ ഇവരതിനെ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നുള്ളു. പക്ഷെ അവർ ചെയ്തത് ഈ മിസൈൽ റെസ്ട്രിക്ഷൻ ഉണ്ടാക്കാനാണ് ശ്രമിച്ചത്. അത് ഇറാൻ കംപ്ലീറ്റ് ആയിട്ട് റിജക്ട് ചെയ്തുകൊണ്ടാണ് യുദ്ധം തുടങ്ങിയത്. ന്യൂക്ലിയർ ഇഷ്യൂ ഇസ് മോർ ഓർ ലെസ് സെറ്റിൽഡ്. പക്ഷെ ഇത് അവര് ഇറാൻ അറിയാമായിരുന്നു ഇതുള്ള ഡ്രോൺസും അതെല്ലാം ഉള്ളിടത്തോളം കാലം അമേരിക്കയ്ക്ക് അവരെ തോൽപ്പിക്കാൻ കഴിയില്ല. അത് പിന്നെ അത് ഗൾഫിലേക്ക് സ്പ്രെഡ് ചെയ്യുന്നതായിരിക്കും എന്നുള്ളതാണ്. അത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട്. ശരി, എന്തായാലും യുദ്ധത്തിന്റെ പ്രത്യേകിച്ച് പശ്ചിമേഷ്യയിലെ ഇപ്പോൾ നടക്കുന്ന യുദ്ധത്തിന്റെ കാര്യകാരണങ്ങളെ കുറിച്ച് വളരെ വിശദമായിട്ടുള്ള ഒരു ചർച്ച അല്ലെങ്കിൽ വിവരങ്ങളാണ് ശ്രീ TP ശ്രീനിവാസൻ നമ്മളോട് പറഞ്ഞത്. അതേസമയം തന്നെ യുദ്ധം ഉടനെ അവസാനിക്കുന്ന ലക്ഷണം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇല്ല. എങ്കിലും അദ്ദേഹം യുദ്ധം അവസാനിക്കണമെന്നുള്ള ആഗ്രഹമാണ് പ്രകടിപ്പിക്കുന്നത്. ആ കാര്യത്തിൽ ഇന്ത്യക്കും ഒരു പങ്ക് നിർവഹിക്കാനുണ്ട്, ലോകരാഷ്ട്രങ്ങൾക്കെല്ലാം ഒരു പങ്ക് നിർവഹിക്കാനുണ്ട്. എന്തായാലും ട്രംപിന് സൽബുദ്ധി തോന്നട്ടെ.
യുദ്ധം ഉടനെ തീരട്ടെ. കാരണം നമ്മുടെ ഏകദേശം 1 കോടിയോളം ഇന്ത്യക്കാർ, ലക്ഷക്കണക്കിന് മലയാളികളും ജീവിക്കുന്ന നമ്മുടെ ഗൾഫ് മേഖലയിൽ എത്രയും വേഗം സമാധാനം വരേണ്ടത് നമ്മുടെ എല്ലാം ആവശ്യമാണ് എന്നുള്ളത് കൊണ്ട് യുദ്ധം വേഗം അവസാനിക്കാൻ വേണ്ടി നമുക്കെല്ലാം പ്രാർത്ഥിക്കാം. നന്ദി. താങ്ക് യു.